നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഞാനൊരു ഷോർട്സ് ബിരിയാണി വീട്ടിലുണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലെനിക്ക് 1-2 കമൻറ്റ്സ് വന്നു, ചേച്ചി ബിരിയാണിയുടെ വീഡിയോ ഒന്ന് ഇടുമെന്ന്. അപ്പോൾ അതാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. റാൻഡമായിട്ട് ഷോർട്സിനടുത്ത് കുറച്ച് അവിടെ ഇവിടെയുമുള്ള ഭാഗങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ സവാള അരിയാണ്. സവാള ഞാനൊരു 5 സവാള കുറച്ചൊന്ന് റഫായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 4 സവാള ഭയങ്കര നൈസായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ബീഫ് 1 കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ ജീരകശാല അരിക്ക് 1 കിലോ ബീഫാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ ഇറച്ചി കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ 1.5 കിലോ ബീഫ് 1 കിലോ അരിക്കെടുക്കുക കേട്ടോ. ഞാനിവിടെ ജീരകശാല അരി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീഫിൽ നിറയെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക്, അതായത് ബീഫ് മുങ്ങിക്കിടക്കുന്ന അളവിന് വെള്ളം ഒഴിച്ചിട്ട് കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ടൊന്ന് ഞെവിടിയിട്ട് കുക്കറിൽ വെച്ചിട്ട് ആവശ്യത്തിന് വിസിൽ കേൾപ്പിക്കുക. വെള്ളം നിറയെ വേണമെന്ന് പറയുന്നത് എന്തിനാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. എന്നിട്ട് ഇതേ വളരെ നൈസായിട്ട് അരിഞ്ഞ 4 സവാള ഉണ്ടല്ലോ, അത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 ട്രിപ്പായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഓയിലിൽ നിന്ന് നമ്മൾ ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് മാറ്റി വെക്കുമല്ലോ. ഇത്രയും സവാള എന്തിനാന്ന് വെച്ചാൽ ഇതിൽ പകുതി നമ്മൾ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാനും പകുതി നമ്മൾ ബീഫ് കറിയിലേക്കും ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് ബീഫിൻ്റെ ഗ്രേവിയിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു എന്തായിരുന്നു ഇത്, ബീഫല്ലേ, ബീഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ 2 ട്രിപ്പായിട്ട് സവാള വറുത്തത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയിരുന്ന ആ ഒരു 5 സവാള നന്നായിട്ട് ദൈവം ഒരുവിധം ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന ടൈമിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു 20 എടുത്തിട്ടുണ്ട്. കാരണം എരിവ് മെയിനായിട്ട് പച്ചമുളകിൻ്റെയാണ് കേട്ടോ. അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചതും ചേർത്ത് നല്ല രീതിയിൽ വഴണ്ട് വന്നതിന് ശേഷം തക്കാളി ചേർത്തു. 2 തക്കാളി ചേർത്തിട്ടുണ്ട്. അതും നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മല്ലിയില, പുതിനയില, കുറച്ച് ക്യാരറ്റും പിന്നെ പൈനാപ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു നുള്ളു പൈനാപ്പിൾ അരിഞ്ഞതും ചേർക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പകുതി പൊരിച്ചു വെച്ച സവാളയും ചേർത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ കട്ട തൈര് പുളിയില്ലാത്തതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് വെന്തതുണ്ടല്ലോ അതിൻ്റെ ആ ഒരു വെന്ത് വന്ന വെള്ളം മാറ്റിയിട്ട് ആ ഒരു ബീഫ് ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മസാലയായിട്ട് ഞാൻ എന്താ ചേർത്തതെന്ന് പറഞ്ഞില്ലല്ലോ. ആ തക്കാളി ഇടുന്നതിന് മുന്നേ ആയിട്ട് 1 സ്പൂൺ മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്തു. 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തു കേട്ടോ. എന്നിട്ട് ഈ ബീഫ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ ഗരം മസാലയും ചേർത്ത് മിക്സ് ചെയ്തു. അത് മാറ്റി വെച്ചു കേട്ടോ. ഒന്ന് ആവി വന്നപ്പോൾ അത് മാറ്റി വെച്ചു. ഇപ്പുറത്ത് ഞാൻ ഒരു വലിയ പാത്രം എടുക്കുക. എൻ്റെ വലിയ പാത്രം കുക്കർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്ച്ചോറാക്കിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഉള്ളി, ക്യാരറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്കും ചേർത്തിട്ട് കുതിർത്ത അരിയാണ്. 4 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ബീഫിൻ്റെ സ്റ്റോക്കും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ ബാക്കി വരുന്നത് വെള്ളവും കൂടെ ചേർത്തിട്ട് 7 ഗ്ലാസ് വെള്ളം. എന്നിട്ട് തിളച്ച് വരുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്തതാണ് അരി. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. ദമ്മിന് നമ്മൾ ദമ്മിടുന്നങ്ങോട്ട് പാത്രം എടുക്കുക. ആദ്യം കുറച്ച് അടി പിടിക്കാതിരിക്കാൻ നെയ്യ് ചേർക്കുക. ഞാൻ ഇതിൽ ആദ്യം ബീഫിൻ്റെ ഗ്രേവിയാണ് കേട്ടോ ചേർക്കുന്നത്. നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് അതായിരിക്കും. കാരണം മേളത്തെ ചോറിങ്ങ് മാറ്റിയിട്ട് നമുക്ക് ഗ്രേവി മാത്രം ഇതിലാക്കി എടുക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ ഫുള്ള് നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് ചൂടോടുകൂടി തന്നെ ഇതൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ചോറിനകത്ത് ഞാൻ ഒരു 4 ഗ്ലാസ് അല്ല കേട്ടോ, 4 പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മറ്റേ ബേ ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി ചോറ് ചേർത്തിട്ട് മല്ലിയില, പുതിനയില, കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ ഈ ചേർക്കുന്നത് തേങ്ങാപ്പാലിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് ആ ഒരു കളർ കിട്ടാനും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് ഗരം മസാല തൂവിയിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഇനി അടുത്ത സെക്കൻഡ് ലെയറാണ്. അതായത് കുറച്ച് ഈ നമ്മുടെ ഉള്ളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് ലെയർ എന്നുള്ള ബാക്കിയിരിക്കുന്ന ചോറും ഞാൻ ഫുള്ള് ഇതിൽ ചേർത്ത് കൊടുക്കും കേട്ടോ. ഞാനിവിടെ ടോട്ടൽ 1 കിലോ ബീഫിന് 1 കിലോ അരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ട് സെയിം നമ്മൾ ചെയ്ത സംഭവങ്ങളെല്ലാം റിപ്പീറ്റ്. നമ്മൾ അരി ഫുള്ള് വേവ് ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ. കാരണം ദമ്മ് ഞാൻ 1 മണിക്കൂറോളം വെക്കുന്നുണ്ട്. അപ്പം അതിലിരുന്ന അരി ഓൾറെഡി വേവും. അപ്പം ഞാൻ ഈ പറയുന്ന രീതിയിൽ 4 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തീ ഏറ്റവും കുറച്ച് വെക്കുക, അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ആ വെള്ളം പറ്റുന്നത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ജീരകശാല അരി ആണെങ്കിൽ ആ ഒരു വേവ് മതി, ബാക്കി ദമ്മിലിരുന്ന് വേവ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ ബിരിയാണി അടിപൊളിയായിട്ട് വരും കേട്ടോ. എന്നിട്ട് ഈ മാവൊക്കെ എടുത്ത് കുഴച്ച് നമ്മൾ ദമ്മിടുകയല്ലേ, അപ്പോൾ സീൽ ചെയ്യണമല്ലോ. അപ്പോൾ നന്നായിട്ട് ആവി പോവാത്ത രീതിയിൽ സീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ, 1/4 മണിക്കൂറോളം കുറഞ്ഞ തീയിൽ ഞാൻ ദമ്മിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ പപ്പടമൊക്കെ പൊരിക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോളം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് തുറക്കുകയാണ്. ഇപ്പോൾ അരിയും നല്ല രീതിയിലായിട്ടുണ്ട്,
ബീഫൊക്കെ അടിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ശ്രദ്ധിച്ചറിയാം, ഞാൻ താഴെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. കാരണം അടിയിൽ ആ ഗ്രേവി കരിഞ്ഞു പോകാതിരിക്കാനായിട്ടോ ദോശക്കല്ല് വെച്ചിട്ട് തന്നെ മണ്ടയിൽ ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഈ ബീഫ് ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിനി ഏത് കടയിലും പോയി ബിരിയാണി വെച്ചാലും വീട്ടിൽ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ എവിടുന്നും കിട്ടൂല കേട്ടോ. ഞാനിത് കുറേ കാലത്തിന് ശേഷമാണ് വീട്ടിൽ വെക്കുന്നത്. കാരണം എൻ്റെ ഒരു സ്പെഷ്യൽ സംഭവമായിരുന്നു ഈ ഒരു ദം ബിരിയാണി എന്നുള്ളത്. പക്ഷേ എനിക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ വെച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ആരുണ്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്, ഞാൻ വെച്ചതാണ് കേട്ടോ. എന്തായാലും നല്ല ആസ്വദിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഈ വേവ് അരിയുടെ വേവ് കറക്റ്റാക്കി നോക്കിയാൽ മതി. ബിരിയാണിയൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.